ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ പത്തരമാറ്റ് ഇന്നത്തെ, അതായത് 6/12/24 പത്തരമാറ്റ്. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആദർശം നയനി വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അനാമിക അനിയോട് നിന്ന് കയർത്ത് സംസാരിക്കുന്നതാണ് പാവം. കാരണം ഞാനില്ലാത്ത സമയത്ത് അവളെ വിളിച്ച് വരുത്തിയതാണ് ഹോസ്പിറ്റലിൽ. ഇവിടെ ആദർശേട്ടനും നയനിയും പോയ സമയത്ത് വിളിച്ച് വരുത്തിയതല്ലേ നിങ്ങൾക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞ ആ ചെക്കനായിട്ട് പെടാപാട് പെടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ലടോ ഞാൻ വിളിച്ച് വരുത്തിയതല്ല, അവൾ വല്യമ്മയെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമല്ല, എനിക്കറിയാം നിങ്ങൾ വിളിച്ച് വരുത്തിയത് തന്നെയാണ്, നീ വിളിച്ച് വരുത്തിയാണെന്നുണ്ട് അപ്പടി എപ്പോഴും പറയുമ്പോൾ ദേഷ്യം വരികയാണ്. അനി ഒരുപാട് കൺട്രോൾ ചെയ്ത് ക്ഷമിച്ച് നിൽക്കുക. അപ്പോഴേക്കും ആദർശം നയനയും കൂടിയും വരും. പറയും, എന്താ പ്രശ്നം നോക്കിയും പറയും, നിങ്ങൾ രണ്ടാളും കൂടിയും വീട്ടിൽ പോയ സമയത്ത് അനിയത്തിനെ ഇവിടെ എനിക്ക് കൂട്ടിനാക്കിയിട്ടാണല്ലേ പോയത്, ഞാൻ ഇവിടെ അല്ലാത്ത സമയം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് മനസ്സറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അടി കൂടുകയാണ്. അപ്പോൾ നയനെ പറഞ്ഞ്, നീ വേണ്ടാത്തത് പറയല്ലേ, നനയ്ക്കാണെങ്കിൽ നല്ല ക്ഷീണം, നീ വേണ്ടാത്തത് പറയല്ലേ അനാമികയെ എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ടാത്തത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ആഗ്രഹമായിരുന്നു അത് എന്ന് പറയും. അപ്പോൾ പറയും, നീയാണ് അർഹയില്ലാതെ അങ്ങോട്ട് കയറി വന്നത് കുടുംബത്തേക്ക് എന്ന് അനി പറയുന്നുണ്ട്. അതേടാ, ഞാൻ തന്നെയാണ് ഇത് വന്നത്, ഇങ്ങനെയാണ്. ആ പെണ്ണിന് പ്രാന്താ തലയ്ക്ക്, മൂട്ടം പ്രാന്ത്, ഒരു രക്ഷയില്ല. മനുഷ്യന്മാർക്ക് അഹങ്കാരം കയറി ഇങ്ങനെയുണ്ടാവും ഒരു അഹങ്കാരം. അവിടുന്ന് അനീനെ മാനസികമായിട്ടും ടോർച്ചർ ചെയ്യാണ് കറന്നിട്ട്. അപ്പോൾ പറയും, വല്യമ്മ വരട്ടെ, വല്യമ്മ വരുമ്പോൾ കാണാം, പുറത്തേക്ക് വരട്ടെ വല്യമ്മ എന്നൊക്കെ പറയാം. അപ്പോൾ അപ്പോൾ ഇവളടുത്ത് നയനോട് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ആദർശ് പറയാണ്, നീ ആരോടാ നീ വരല ചൂണ്ടി സംസാരിക്കുന്നത്, നീ ആദ്യം ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കറിയാം ബഹുമാനിക്കേണ്ടവരെ ഞാൻ ബഹുമാനിക്കും, പക്ഷേ ഇവളുമാരെ ഞാൻ ബഹുമാനിക്കില്ല, അർഹതല്ലാതെ കയറി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും നയനേനെയും നവ്യനെയും കൂടെ പറയാനൊന്നും ബാക്കിയില്ല. അപ്പോൾ അവസാനം അനാമിക നയനെ പറയും, ഞാനല്ല വല്യമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുക്കുക, ഒന്നില്ലെങ്കിൽ നീയോ നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അബിയുടെ അമ്മയോ, ഇതിൽ ആരോ ഒരു ടീം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിലൊന്നും അവൾ പതറും. അപ്പോൾ അറിയാം, ഇനിയിപ്പോൾ ഞങ്ങളെ മേൽക്ക് കുറ്റട്ടോ എന്നൊക്കെ പറയും. അവിടുന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് പിന്നെ അപ്പോൾ അങ്ങനെ അവിടുന്ന് അതും പറഞ്ഞ് യുദ്ധമാണ്. അപ്പോൾ ആദർശ് ചീത്ത പറയുന്നുണ്ട്. അവസാനം ചാടിത്തുള്ളി അവിടുന്ന് പോവുകയാണ് അനാമിക. അപ്പോൾ അനി പറയാണ്, എൻ്റെ ജീവിതം പോയി, എല്ലാവരും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ചു അതിനെന്ന് പറയും. അപ്പോൾ പറയും, പോട്ടട, അവൾ ചെറിയ പെണ്ണല്ലേ, ചെറിയ പെണ്ണ് 10-21 വയസ്സ് കഴിഞ്ഞ് എങ്ങനെ ചെറിയ പെണ്ണാവുന്നത്, അഹങ്കാരമാണ് അവൾക്ക്, എന്തായാലും എൻ്റെ ജീവിതം പോയി, അങ്ങനെ പറഞ്ഞാൽ അവൻ സങ്കടത്തോടുകൂടി അങ്ങനെ പോവുക. അപ്പോൾ ആദർശ് പറയുന്ന നയനോട്, നീ അവളുടെ നേർക്ക് നിന്ന് സംസാരിക്കില്ലേ, അപ്പോൾ അവൾക്ക് രക്തം തിളക്കുകയാണ്, അത് കാരണം അത് മുഴുവനും അനിയുടെ മേർക്കാണ് അവൾ തീർക്കുക, അതുകൊണ്ട് അവൾ വരുമ്പോൾ ഒഴിഞ്ഞു പോകാൻ പറയേണ്ടത് അറിയാം. അപ്പോൾ നയന പറയും, എത്ര വെച്ചിട്ട് മനുഷ്യൻ കേട്ടുകൊണ്ട് നിൽക്കുന്നത്, സഹിക്കാവുന്നതിന് അപ്പുറമാണ് ഇപ്പോൾ ഈ പറയേണ്ടത് എന്ന് പറയും, എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യെന്നൊക്കെ അങ്ങനെ പറയും. അതിൽ പറയാം, എന്തായാലും ആനന്ദപുരി തറവാട്ടിൽ ആരും ഇതുവരെ കല്യാണം ഒഴിഞ്ഞു പോയിട്ടില്ല, അപ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് നേരാക്കി കൊണ്ടുവരണം, അവൻ്റെ ജീവിതം നേരാക്കണം, നമ്മളെങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയും. പിന്നെ ആ പോക്ക് പോണത് നേരെ അനന്തപുരി തറവാട്ടിക്കാണ് നമ്മുടെ അനാമിക. അവിടെ ചെല്ലുമ്പോൾ അവളുടെ അമ്മായിയമ്മ ജാനകി ഉമർ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതിലാണ് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ഇവളെ കാണുമ്പോഴേക്കും മോളെ പറഞ്ഞു ചെല്ലും. എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അല്ല, നവ്യയും അവളുണ്ടായിരുന്നു എന്ന് അവിടെ. അനാമിക ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവളുണ്ടായിരുന്നു. അപ്പോൾ ആര് ചോദിക്കുമ്പോൾ നന്ദുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആദർശം നയനെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അവരിങ്ങോട്ട് പോകുന്നറിഞ്ഞില്ല, അവൻ വിളിച്ച് വരുത്തിയതാണ്, ഇപ്പോഴും അവർ തമ്മിൽ ബന്ധമുണ്ട് അമ്മേ, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും കുറേ ചൊടിപ്പിക്കും. അപ്പോൾ പറയും, എന്താ ചെയ്യുക, അവർ എന്തൊക്കെ പറഞ്ഞാലും ശരി, മോളന്നെയാണ് എൻ്റെ മരുമോളായിട്ട് ഇവിടെ ഉണ്ടാവുക, ആരൊക്കെ പോയാലും എന്നൊക്കെ പറയും. അപ്പോഴേക്കും നവ്യ അതൊക്കെ കേട്ടുകൊണ്ട് വരുമ്പോൾ നവ്യയുടെ മെക്കെട്ട് കയറാൻ ചെല്ലും. നവ്യയിലെ നവ്യ വിട്ടുകൊടുക്കും, നയനെ പോലെ അല്ലല്ലോ, നവ്യ അങ്ങോട്ട് ചെല്ലും, കുറേ അങ്ങോട്ട് പറയും. അപ്പോൾ അറിയും, നീയൊന്നും അതല്ലാണ്ട് കയറി വന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇതാണെന്നൊക്കെ ജാനകിയും പറയും. അപ്പോൾ കാരണം നവ്യക്ക് ചില സമയങ്ങളിലൊക്കെ വാക്കുകൾ ഇതായി പോകുന്നുണ്ട്. അപ്പോൾ പറയും, നിന്റെ ഭർത്താവ് ഒഴിവാക്കണ്ടെങ്കിൽ നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ നല്ലത് എന്നറിയാം. അപ്പോൾ നിന്നെയോ വയ്ക്കും തിരിച്ച്. അതിനൊന്നും നമുക്ക് പാവം മറുപടി പറയല്ല. ഒരു ദിവസം അയാൾ സ്നേഹിച്ചപ്പോഴേക്കും അവൾ കൊമ്പത്തായിരുന്നു, ഇപ്പോഴോ നോക്കും.
അപ്പോൾ ആയിക്കോട്ടെ ഒരു ദിവസമല്ലേ നിന്നെ ചോദിച്ചു, നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ കഴിവുകേടും കൊണ്ട് തന്നെയാണ് അനി നിന്നെ സ്നേഹിക്കാത്തത്. അനി ആദർശേട്ടന് നല്ല സ്വഭാവമുള്ളവരാണ്. അബിയാണെങ്കിൽ അബീൻ്റെ കാര്യം ഞാൻ ഒരിക്കലും പറയും, കാരണം അബി ഇതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ ഭർത്താവ് നല്ലത്, എന്നിട്ട് എന്താ നിന്നെ സ്നേഹിക്കാത്ത വയ്ക്കും. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ പോലെ നവ്യ നല്ല കണക്കിന് തിരിച്ചു കൊടുക്കേണ്ട അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും. അതിൽ പിന്നെ പറയാണ് ആരുമല്ല, കാരണം നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ കടന്ന് ഓടിയ ഓട്ടത്തിന് നിങ്ങൾ എന്നോട് പകരം വീട്ടിയതാണ് ആ പാലിൽ വിഷം കലക്കിയത്. അത് എനിക്ക് അതിൻ്റെ അനിയത്തി കൊടുത്തു തരുമ്പോൾ ഞാനാവുമല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുക, അതറിയാതെ വലിയമ്മ എടുത്ത് കുടിച്ചു, അതാണ്ടായത്, അപ്പച്ചി എടുത്ത് കുടിച്ചു, അതാണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ പതർന്നുണ്ട് അനാമിക. അപ്പോൾ പറയും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തെളിയും എന്നൊക്കെ പറഞ്ഞ് അടിപൂരം. ഇതെല്ലാം നവ്യയുടെ അടുത്ത് ആ കളിയൊന്നും നടക്കില്ല. നവ്യ അറിയും പിന്നെ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ എനിക്ക് പോയി താമസിക്കാൻ ഒരു വീടുണ്ട്, നിങ്ങളൊക്കെ തെരുവിലാവുമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ തെരുവിലേക്ക് ഇറക്കണതൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ നല്ലോണം നോക്കും എന്നൊക്കെ അങ്ങനെ പറയും. എന്തായാലും ഞാനും എൻ്റെ അനിയത്തി ഇവിടുന്ന് വിട്ടു പോകാനുള്ള പ്ലാനില്ല, ഇതൊക്കെ തെളിയുന്നുള്ള അതിൽ തന്നെയാണ് നവ്യ പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അവസാനം നവ്യയുടെ നേർക്കും ഇതുപോലെ അനാമിക കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നവ്യ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. കൈ കൊണ്ടാണ് സംസാരിക്കടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ മാറ്റുന്നുണ്ട്. അതിലറിയാം നീ അങ്ങനെ ആവുമൊന്നും വേണ്ട, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇവിടെ പൊളിച്ചടക്കി അടുക്കും ഞാൻ എന്നൊക്കെ പറയുകയാണ്. അവിടുന്ന് പിന്നെ നവ്യ അങ്ങോട്ട് പോകും, ജാനകിനെ പിടിച്ചിട്ട് തള്ളിയിട്ട് നവ്യ അങ്ങോട്ട് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അവർ തമ്മിൽ. എന്ത് ചെയ്യണമെന്ന് അറിയാം. പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളെ കൂടെ ഞാനുണ്ട്, ഇതാണ് ആരുടെ ഒരു മോഹവും നടക്കില്ല, ആരുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല, അതൊക്കെ ഞാൻ തന്നെ പിന്നെ അതിനൊന്നും നടക്കില്ല, എന്തായാലും എല്ലാത്തിനും എടുത്ത് ഇങ്ങോട്ട് വരട്ടെ, എടുത്ത് വരുമ്പോൾ അപ്പോൾ വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ ജയിച്ച പോലെ ഇങ്ങനെ നിൽക്കാൻ അനാമിക. അപ്പോൾ അധികം നാളൊന്നും ഇതുള്ളിലുണ്ടാവുമെന്ന് തോന്നണില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന ഹോസ്പിറ്റലിൽ നയനയും ആദർശും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് ICU നിന്ന് വരികയാണ്. നയനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മയുടെ സ്വഭാവം മാറണില്ല, നയനെ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്തായാലും ദേവയാനിനെ കാണിക്കുന്നില്ല, നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്, ഒരു മാറ്റവും അമ്മയുടെ സ്വഭാവത്തിന് എന്നൊക്കെ പറയും. അത് സാരല്ല ആദർശേട്ടാന്ന് പറയും. അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വരും, ആദർശിൻ്റെ അച്ഛൻ. അപ്പോൾ മൂപ്പരും പറയും എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല, സാരല്ല പോട്ടെ, ഇങ്ങനെയൊക്കെ പോയാൽ അമ്മോട് പറയേണ്ടി വരും, പിന്നെ ഈ നയനെയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട മോനെ, അപ്പോൾ പിന്നെ അവളോട് അനുവാദം ചോദിക്കാണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാവും പിന്നെ ഇത് എന്നൊക്കെ പറയും. അങ്ങനെ അതുകൊണ്ട് ഇതാക്കുമ്പോഴേക്കും നമ്മുടെ നയന ബോധം ഇങ്ങനെ തലകറങ്ങി വീഴുകയാണ്. അപ്പോഴേക്കും പിടിക്കുക, ആദർശം പിടിക്കുക. അപ്പോൾ എന്ത് പറയുമ്പോൾ അറിയില്ല, എനിക്ക് നല്ല സുഖമില്ല, തീരെ വയ്യറിയുമ്പോൾ നമുക്കൊരു ബോഡി ചെക്കപ്പ് നടത്തറിയപ്പോൾ അതൊന്നും സാരില്ല, അറിയാൻ പറ്റില്ല, നിങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയനേനെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്, റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനൊരു റൂമിൽ വേഗം കടത്തി കാഷ്വാലിറ്റിയിൽ കടത്തി നോക്കുമ്പോൾ പറയും BP വളരെ ലോ ആണ്, മാത്രമല്ല ആൾ നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു, ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കുന്നില്ല. അറിയുമ്പോൾ ആദർശം സത്യമാണ്, ഞങ്ങളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കുന്നതാണ് ഇഷ്ടം, അവനാ കഴിക്കില്ല, പിന്നെ നന്നായി ജോലിയും ചെയ്യുന്നറിയാം, അത് പറ്റില്ല, അതിനെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഡോക്ടർ നല്ല സ്നേഹമായിട്ട് തന്നെ അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും ബ്ലഡ്, ഇത്രയും റയറായിട്ടുള്ള ബ്ലഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് അമ്മായിയമ്മോടുള്ള സ്നേഹം എത്രയെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെ സങ്കടം എന്നറിയാം. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയും വളരെ സത്യമാണത്, അവനവൻ്റെ കാര്യത്തിനല്ല അവൾക്ക് താല്പര്യം, മറ്റുള്ളവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നാണ് മോളെപ്പോഴും വിചാരിക്കുന്നത് പറയും. ഇനി അതൊന്നും പറ്റില്ല, ഒക്കെ അവനാൻ ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോവുക. അപ്പോൾ പിന്നെ ആദർശിനോട് പറയും ജയൻ ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ, നീ മോളെ തന്നെ ഉണ്ടാവണം അവിടെ അതായത് ICUലല്ലേ അമ്മ കിടക്കണം, അങ്ങോട്ട് പോട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത്, അങ്ങോട്ട് പോട്ടെ, നീ എന്തായാലും മോളെ തന്നെ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ ശരി അച്ഛൻ എന്നാൽ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് ജയനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ആദർശ് നയനെടുത്ത് ഇരിക്കണം. അപ്പോൾ നയനോട് ഇങ്ങനെ പറയും അമ്മ നിന്നെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളുടെ ഇടയിൽ ഇനി ഒരു ഗ്യാപ്പും വരില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അവളിങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മളെ നയന ചിരിക്കുകയാണ്. എന്തായാലും ഈ അനാമികയുടെ കുട്ടിക്കലാശം എന്നാണ് ഒന്ന് തീരാതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ പത്രമാറ്റ് ഇന്നത്തെ മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു. പിന്നെ പറ്റുമെങ്കിൽ കാണാത്തവർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.